മന്തി വാങ്ങുമ്പോ ചെസ്റ്റ് പീസിന് തല്ല് കൂടുന്ന ആൾക്കാരാണോ നിങ്ങളെ കൂട്ടത്തിൽ ചെസ്റ്റ് പീസ് ഇഷ്ടമില്ലാത്ത ആരേലും ഉണ്ടോ? എന്നാ ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. എനിക്ക് ചെസ്റ്റ് പീസിനെക്കാളും ഇഷ്ടം നല്ല ലെഗ് ഉള്ള പീസാണേ. അതെന്താ അപ്പൊ എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ചെസ്റ്റ് പീസിന് എന്താ അത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതും അറിഞ്ഞൂടാ. ചെസ്റ്റ് പീസിന്റെ ലവേഴ്സിന്റെ ഇടയിൽ ഇന്ന പോലത്തെ ആരേലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഞാനും ഏട്ടനും കൂടെ മന്തി കഴിക്കാൻ വന്നതിനെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏട്ടൻ മന്തിന്റെ കൂടെ കാന്താരി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് നോർമൽ മതിയെന്ന്. നോർമൽ ചിക്കനില്ല മന്തിൻ്റെ കൂടെയുള്ള അത് മതി എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ അത് കഴിച്ചു നോക്കിയിട്ടില്ല. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ അൽഫാമോ പെരിപ്പെരിയോ ഹണിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെയാണ് വാങ്ങല്. ഇത് കഴിച്ചു നോക്കിയപ്പം കൊള്ളാം, മോശം പറയാനൊന്നുമില്ല. ഈ മയോണൈസ് ഒക്കെ കൂട്ടി അടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, അത് വേറെ കാര്യം. ഇത് ഭയങ്കര ഹെൽത്തി ആണെന്നും പറഞ്ഞു കേൾക്കാം. ഈ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ നോർമൽ ആയിട്ടുള്ള മന്തിയും ചിക്കനും കഴിക്കുന്നതിന് കേടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞേക്കാം. എന്തായാലും ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. റൈസ് ആണെങ്കിൽ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ ചിക്കനിൽ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഏട്ടൻ്റെ കാന്താരിയിലും ഞാൻ കൈയിട്ട് വാരി. ഏട്ടൻ്റെ കൂടെ വെറുതെ പുറത്തിറങ്ങിയപ്പോൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ മന്തി ആയതുകൊണ്ട് ഒന്നും കൂടെ സന്തോഷം ഏറെയായിരുന്നു. ഈ സ്പോട്ട് വരുന്നത് ചെറുവാടി തെരങ്ങാപ്പറമ്പുള്ള അൽനൂർ കുഴിമന്തി. അപ്പൊ അത്രേ ഉള്ളൂ.